കേരളത്തിലെ സാധാരണ നഴ്സിംഗ് ഹോമുകൾ പലതും ആശുപത്രികളായും ആശുപത്രികൾ പലതും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളായും അത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മെഡിസിറ്റികളായും മെഡിസിറ്റി എന്ന പേരിലും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികവ് പുലർത്തുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എറണാകുളത്തെ ലിസി ഹോസ്പിറ്റൽ ലിസി മെഡിക്കൽ സിറ്റി ആവുകയാണ് അത്രേ, ലിസി മെഡിസിറ്റി. അതിനെപ്പറ്റി ഷൈജു ആൻ്റണി എന്നൊരു അൽമായ നേതാവ് ആശങ്ക രേഖപ്പെടുത്തിയതായി കാണുന്നു. അതായത് 1956 മറ്റോ തികച്ചും ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയിൽ ആരംഭിച്ച ലിസി ഹോസ്പിറ്റൽ ഇന്ന് മെഡിസിറ്റിയായി പരിവർത്തിക്കപ്പെടുമ്പോൾ സന്തോഷിക്കേണ്ടതാണ് ഒരു വശത്ത്. എങ്കിലും അതിൽ ധാർമ്മികമായ വിഷമങ്ങൾക്ക് ഇടവരുത്തുന്ന ചില പശ്ചാത്തലങ്ങളുണ്ട് എന്നാണ് ശ്രീ ഷൈജു ആൻ്റണി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അഭിപ്രായപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 50കളിലും അതിനു മുമ്പും, സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനു ശേഷമുള്ള തുടർ വർഷങ്ങളിലും പല ആശുപത്രികളും പ്രത്യേകിച്ച് ക്രിസ്തീയ സംഘടനകൾ നടത്തിയിരുന്നത് തികച്ചും ചാരിറ്റബിൾ സൊസൈറ്റികൾ എന്ന നിലക്കായിരുന്നു. പിന്നീട് അതിൽ നടത്തിപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാവണം പലതിലും അതിൽ ന്യായമായ രീതിയിലുള്ള ചാർജുകൾ ഈടാക്കാൻ തുടങ്ങി. ഇന്ന് അത് എത്തി നിൽക്കുന്നത്, ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ വ്യവസായം എന്ന് തന്നെ പറയാം, ഹോസ്പിറ്റൽ സേവനമല്ല, ഹോസ്പിറ്റൽ വ്യവസായമായി അത് പരിവർത്തിക്കപ്പെടുകയും വൻകിട കോർപ്പറേറ്റുകൾ ആ വ്യവസായത്തിലേക്ക് കടന്നു വരികയും ആഗോളതലത്തിൽ കേരളം ആരോഗ്യ വ്യവസായത്തിന് പറ്റിയൊരു സ്ഥലമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് പ്രസിദ്ധമായ ലിസി ഹോസ്പിറ്റലും മെഡിസിറ്റിയായി പരിവർത്തിപ്പിക്കപ്പെടുന്നത് എന്നാണ് കേൾക്കുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ പല പ്രബല ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നറിയപ്പെടുന്ന പല ആശുപത്രികളും കോർപ്പറേറ്റുകൾ കടന്നു വന്ന് മെഡിസിറ്റികളായും മറ്റും പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യരംഗത്തിന് ഗുണകരമോ ദോഷകരമോ എന്ന ഒരു ചർച്ചയ്ക്ക് നമുക്ക് മുതിർന്നുകൂടാ. കാരണം തീർച്ചയായും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ചികിത്സാ രീതികൾ ഉണ്ടാവുന്നത് ആ സംസ്ഥാനത്തിന് ഗുണം തന്നെയാണ്. പക്ഷേ അവിടെ മറുവശമുണ്ട്. എത്ര പേർക്ക് ആ ചികിത്സാ സ്ഥാപനങ്ങളിൽ ചെന്ന് ചികിത്സ നേടാനാവും? ഭാരിച്ച ചെലവുകളാണ് അതിൽ ഉള്ളത് എന്നതാണ് അതിന് കാരണം. അവിടെയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്ന ഒരു ട്രെൻഡ്, അതായത് ക്രൗഡ് ഫണ്ടിങ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവയവമാറ്റ ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ലക്ഷങ്ങൾ അതിന് ആവശ്യം വരുന്നു. ആ ലക്ഷങ്ങൾ ജനങ്ങൾ പൊതുവെ പ്രധാനമായും അത് പിരിക്കുന്ന പ്രവാസികളിൽ നിന്നാണ്. സ്വദേശികൾ പ്രാദേശികമായി പിരിക്കുന്നതിനേക്കാൾ 90% പിരിക്കുന്നത് പ്രവാസികൾക്കിടയിൽ നിന്നാണ്, പ്രധാനമായും ഗൾഫിൽ നിന്ന്, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പിരിവുണ്ട്. ഇങ്ങനെ വന്ന് ഒരു സാധാരണക്കാരന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ചികിത്സാ ചെലവ് വളരെ പെട്ടെന്ന് നമ്മൾ കണ്ടെത്തുകയും ആ ചികിത്സ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, ആ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യം നടന്നു പോകുന്നുമുണ്ട്. ഇതൊരു നല്ല വശമാണ് അല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എങ്കിലും ഇവിടെ ഈ രീതിയിൽ ക്രൗഡ് ഫണ്ടിങ്ങിന് പോലും ആവാത്ത വിധം ചികിത്സകൾ ഭാരിച്ച ചെലവേറിയ ഒരു പ്രശ്നമായി മാറുമ്പോൾ ആ രാജ്യത്തിനത്, അത് ഉള്ള സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്, ആ സമൂഹത്തിനത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്നില്ലേ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ആശുപത്രികൾ, സാധാരണ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയും മെഡിസിറ്റികളുമായി പരിവർത്തിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലെ സ്വദേശികളുടെ മാത്രം ചികിത്സയല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. വിദേശ രാജ്യത്ത് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ സമീപസ്ഥമായ ഗൾഫ്, പശ്ചിമേഷ്യയിൽ നിന്നൊക്കെയുള്ള സമ്പന്നരുടെ ഒരു വരവ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കാണാം. അതായത് വികസിത
പുരോഗമിച്ച വികസിത രാഷ്ട്രങ്ങളിൽ പലതിലും ചികിത്സ വലിയ ഭാരിച്ച ഒരു ചിലവുള്ള കാര്യമാണ്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിധം, കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം വിലയേറിയതാണ് അവിടെ ചികിത്സകൾ എന്ന് കേൾക്കുന്നു. നമ്മുടെ നാട്ടിലെ തന്നെ ഇത്രയേറെ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ പല നേതാക്കളും മന്ത്രിമാരും ചെറിയൊരു രോഗത്തിന് പോലും ചികിത്സ തേടുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലാണ്. അതിനർത്ഥം അവർക്ക് ആ ചികിത്സ ഇവിടെ ലഭിക്കില്ല എന്നൊന്നുമല്ല. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നിപ്പോകും. ഏതായാലും അത് വിട്ടുകളയാം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സ തേടാവുന്ന തരത്തിലുള്ള ആധുനിക രീതിയിലുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ, മെഡിസിറ്റികൾ ആരംഭിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉത്കണ്ഠയുണ്ടാവുന്നതിൻ്റെ ഒരു കാര്യമാണ് ശ്രീ സൈജു ആന്റണി തൻ്റെ ലേഖനത്തിലൂടെ പ്രകടിപ്പിച്ചത്. അത് തികച്ചും ന്യായവും യുക്തിഭദ്രവുമാണെന്ന് കാണാം. കാരണം അതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കുമ്പോഴേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ. 1950കളിലും 60കളിലും മറ്റും നമ്മുടെ ശരാശരി ഗ്രാമീണർ പരസ്പരം രോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് കാലാവസ്ഥയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും പറയുക എന്നുള്ളതാണ് അവരുടെ കുശല സംസാരത്തിൻ്റെ ഒരു പ്രധാന ഘടകം. അതായത് ഒന്നുകിൽ ചൂടിനെക്കുറിച്ചോ തണുപ്പിനെക്കുറിച്ചോ മഴയെക്കുറിച്ചോ മഴയില്ലാത്തതിനെക്കുറിച്ചോ, അതല്ലെങ്കിൽ പിന്നെ ആരോഗ്യനില, വാദം, ക്ഷയം തുടങ്ങിയ രോഗങ്ങളാണ് അന്ന് ചർച്ചയിൽ പ്രധാനമായുണ്ടായിരുന്നത്. പിന്നീട് കുറച്ചുകൂടി വിദേശ പ്രവാസികളുടെ പണമൊക്കെ വരാൻ തുടങ്ങിയപ്പോഴൊക്കെ നമുക്ക് പ്രഷറും ഷുഗറുമായി ചർച്ചാ വിഷയം. രണ്ടുപേർ തമ്മിൽ കണ്ടാൽ ഷുഗറും പ്രഷറും ഹൃദ്രോഗവും ഒക്കെ സമ്പന്നന്റെ രോഗങ്ങളായി ആദ്യകാലത്ത് കണ്ടിരുന്നു. ഇന്നത് സാധാരണക്കാരുടെ രോഗമാണെന്നുള്ളത് വേറൊരു കാര്യം. അത് ഒരുപക്ഷെ സാധാരണക്കാർ സമ്പന്നരായതുകൊണ്ടാണോ അതോ സാധാരണക്കാരിലേക്ക് പോലും ആ രോഗം വ്യാപിച്ചത് കൊണ്ടാണോ എന്ന് പറയാനാവില്ല. ഏതായാലും പിന്നീട് ഷുഗറും പ്രഷറുമായി. അത് കഴിഞ്ഞ് നമ്മുടെ രോഗം ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ സ്ട്രോക്കുകളാണ് കൂടുതൽ കാണുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും ഒരു തൈറോയിഡ് പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നിലക്ക് എല്ല് തേയ്മാനം, ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവർക്കൊക്കെ എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നമാണ്. സന്ധിവേദനകളും മറ്റും എല്ല് തേയ്മാനം കൊണ്ടാണെന്ന് പറയുന്നു. ഏതായാലും ഹൃദ്രോഗവും അതോടനുബന്ധിച്ച് ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ നടത്താത്ത ഏതാണ്ട് 60% പേർക്കും അത് നടത്തി കഴിഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി. ബാക്കിയുള്ളവർക്ക് മറ്റു തരം രോഗങ്ങളാണ്. നമുക്ക് ചികിത്സാ കേന്ദ്രങ്ങളായി ആധുനിക മെഡിക്കൽ സിറ്റികൾ മാത്രമല്ല, ആയുർവേദ കേന്ദ്രങ്ങളുണ്ട്. ലോകപ്രശസ്തി ആർജിച്ച നമ്മുടെ ആയുർവേദ ചികിത്സകളുണ്ട്. അതിനു പുറമെ നമ്മുടെ യുനാനി, ഹോമിയോ, അക്യൂപങ്ക്ചർ, ഭൂമുഖത്ത് ഇന്നേ വരെ അറിയപ്പെട്ട എല്ലാ ചികിത്സകളുടെയും കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിലുണ്ട്. തീർന്നില്ല, ഇന്ത്യയുടെ ശരാശരി വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലായിരിക്കാം ഇത്രയധികം ഹോസ്പിറ്റലുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. എന്നിട്ടും റോഡിൽ കണ്ടുമുട്ടുന്ന 4-ൽ 3 പേർക്കും ഏതെങ്കിലും ഒരു തരം രോഗമോ, 4-ൽ ഏതാണ്ട് 4 പേരും ഏതെങ്കിലും ഒരു തരം മരുന്നിൻ്റെ ഉപഭോക്താവോ ആയിരിക്കാം. അതായത് ഇത്രയേ അത്യാധുനികവും അതിപുരാതനവുമായ സമ്പ്രദായങ്ങൾ ചികിത്സാ രംഗത്ത് ഉണ്ടായിട്ട് പോലും ഈ ജനതയ്ക്ക് രോഗവിമുക്തി, സമ്പൂർണ്ണ ആരോഗ്യം എന്നത് നമുക്ക് ഇനിയും വിദൂര സ്വപ്നമാണെന്ന് തോന്നുന്നു. ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ രോഗി എന്ന തോതിൽ പോലും ചിലപ്പോൾ സംശയിച്ചു പോകും നമ്മുടെ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ. അത്രയേറെ വ്യാപകമാണ് ക്യാൻസർ. അത്ര തന്നെ വ്യാപകമാണ് ഹൃദ്രോഗങ്ങൾ. അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് മറ്റ് സന്ധി സംബന്ധമായ രോഗങ്ങളും എല്ല് തേയ്മാനങ്ങളും നാനാതരം രോഗങ്ങൾ. പുതിയ രോഗങ്ങൾ നമുക്ക് പലപ്പോഴും ആദ്യകാലത്ത് 50കളിൽ കേട്ടറിവ് പോലും ഇല്ലാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഇന്ന് നമുക്ക് കേൾക്കുന്ന പല രോഗങ്ങളും എന്ന് കാണാം. നമുക്കിടയിൽ കണ്ടുവരുന്ന തൈറോയിഡ്, സോഡിയം കുറവ്, എല്ല് തേയ്മാനം, ഫാറ്റി ലിവർ, ഈ വക രോഗങ്ങളൊക്കെയും നമുക്ക് പുതുതായി അനുഭവപ്പെടുന്നവയാണ്. ഈ രോഗങ്ങൾക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ കൂടിയതുകൊണ്ട് ഈ രോഗങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ
കൃത്യമായ ഒരു 30 വർഷത്തിനിടയിൽ നമ്മുടെ ജീവിത രീതിയിലുണ്ടായ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും ഈ വക രോഗങ്ങൾക്ക് കാരണമായിട്ടുണ്ടാവാം. അതൊരു കാരണമായിരിക്കെ തന്നെ ഇവിടെ ചികിത്സാ കേന്ദ്രങ്ങൾ സേവന കേന്ദ്രങ്ങൾക്ക് പകരം ധനസമ്പാദനത്തിനുള്ള വ്യവസായ കേന്ദ്രങ്ങളായി, വാണിജ്യ കേന്ദ്രങ്ങളായി പരിവർത്തിക്കപ്പെടുന്നത് രോഗങ്ങൾക്ക്, നിർബന്ധിത ചികിത്സക്ക് കാരണമായിത്തീരുന്നു എന്നൊരവസ്ഥ വരുന്നുണ്ട്, സംജാതമാവുന്നുണ്ട്. അതൊരിക്കലും ഏതായാലും ആരോഗ്യകരമല്ല, ആരോഗ്യപരവുമല്ല. ഒരു ജനതയുടെ ആരോഗ്യം അവരുടെ മാനസികവും ശാരീരികവും മറ്റെല്ലാ സാമൂഹികവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും അതിൽ ചികിത്സാരംഗം അതിൻ്റെ സേവന മനോഭാവം കൈവെടിഞ്ഞ് വ്യവസായ രൂപം, കോർപ്പറേറ്റ് രൂപം പ്രാപിക്കുമ്പോൾ അത് സ്വാഭാവികമായും അതിൻ്റെ ധനസമ്പാദനത്തിന്, അതിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് തക്കതായ കാര്യങ്ങളും അവർ ആസൂത്രണം ചെയ്യും. അതിൻ്റെ ഫലമായി പലപ്പോഴും നമ്മുടെ രോഗങ്ങൾ അതിശയോക്തിപരമാവുന്നുണ്ടോ, നിസ്സാര നിരക്ക് അവഗണിക്കാവുന്ന പലതും കടുത്ത സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വിധേയമാക്കാൻ നമ്മൾ നിർബന്ധിതമാകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിസ്സാരമായി അവഗണിക്കാവുന്ന പല രോഗങ്ങൾക്കും സൂക്ഷ്മമായ പരിശോധനകളും സ്പെഷ്യാലിറ്റി ചികിത്സകളും നിർദ്ദേശിക്കപ്പെടുകയും അത് ഭീമമായ തുകയാവുമ്പോൾ അതിനുവേണ്ടി ക്രൗഡ് ഫണ്ടിങ് സംഭരിക്കുകയും ചെയ്ത് ചികിത്സ ഏതായാലും നടത്തിക്കെട്ടുക. ചികിത്സ നടന്നു എന്നതുകൊണ്ട് രോഗം മാറി എന്നല്ല അർത്ഥം. സ്ഥിരമായി നിരവധി, ഒരു ഡസൻ മരുന്നുകൾക്ക് സ്ഥിരമായി അഡിക്ഷനായി, വരിക്കാരനായി തീരുക എന്നുകൂടി ഒരർത്ഥമുണ്ട്. ഒരാളുടെ ഹൃദ്രോഗത്തിൻ്റെ ഫലമായി ഹൃദയ സർജറി നടന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾക്ക് മരുന്നിൻ്റെ ഉപഭോക്താവായി കഴിയേണ്ടി വരും. ഏതാണ്ട് എല്ലാ രോഗങ്ങൾക്കും ഇത് തന്നെയാണ് അവസ്ഥ. സ്ഥിരമായി മരുന്നുപയോഗത്തിനുള്ള ഒരു പടിവാതിലാണ്, ഗേറ്റ് വേ ആണ് ചികിത്സ എന്ന് കാണാം. ഏത് ചികിത്സയും ആ ചികിത്സ ഒരു രോഗത്തിൻ്റെ പടിവാതിൽ കടന്നു പോകലല്ല, മരുന്നിൻ്റെ ഒരു ലോകത്തേക്കുള്ള പടിവാതിൽ കയറി വരലാണത്. അങ്ങനെ നാം മരുന്നുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയായി. ജീവിത ചെലവിൻ്റെ ഭീമമായ ഒരു ഭാഗം മരുന്നുകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടാൻ ബാധ്യസ്ഥരായ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് നാം. നമുക്ക് ചുറ്റും ഉയർന്നു വരുന്ന ഈ വലിയ വലിയ സൗധങ്ങൾ ആശുപത്രികളാകുമ്പോൾ നമുക്ക് ഒരു വശത്ത് അഭിമാനം കൊള്ളാമെങ്കിലും മറുവശത്ത് ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് കാണാം. ഒരു ചെറിയ അസ്വസ്ഥത തോന്നുമ്പോഴേക്കും ഓടിച്ചെന്ന് ചികിത്സ തേടാൻ തക്ക സൗകര്യങ്ങൾ വികസിത പരിഷ്കൃത രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലെന്നാണ് കേൾക്കുന്നത്. കാരണം അവിടെ ഒരു ചെറിയ തോതിലുള്ള രോഗം വന്നാൽ തന്നെ അപ്പോയിൻമെന്റ് കിട്ടാനും മാസങ്ങൾ വേണ്ടി വരുന്നു. നമുക്കാവട്ടെ ഒരേ ഒരു ജംഗ്ഷനിൽ തന്നെ 10 തരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് പുരാതന ചൈനീസ് മുതൽ പഴയ ഈജിപ്ഷ്യൻ, റോമൻ ചികിത്സാ സമ്പ്രദായങ്ങൾ വരെ സജീവമാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത്. അക്യൂപങ്ക്ചറായാലും മറ്റ് പുരാതന പൗരാണിക ചികിത്സാ രീതികളായാലും ഇതെല്ലാം നമ്മുടെ ആളുകൾ പരീക്ഷിക്കണു, ഒന്ന് വിട്ട് ഒന്നായിട്ട്. ഇതിനൊക്കെ കാരണം നമുക്ക് നമ്മുടെ സമ്പത്തിലുണ്ടായ കുറച്ച് വർധനവ് ഒരു കാരണമാണ്. സാമ്പത്തികമായി ഒരു ജനത വളരുമ്പോൾ ആ സമ്പത്ത് അനാവശ്യമായി അവരുടെ ചികിത്സയുടെ ഇല്ലാത്ത രോഗങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അത് കൂടുതൽ പുരോഗമനപരമായ, ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന വഴികളിൽ ചെലവഴിക്കാനുള്ളതാണ് ധനത്തിൻ്റെ ഓരോ നാണയത്തൊട്ടുകളും. എന്നിരിക്കലും നമ്മുടെ ഓരോ ആളുകളും നമ്മുടെ ആഡംബരങ്ങൾ, ചികിത്സ പോലും ഒരു ആഡംബരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ആഡംബര മന്ദിരങ്ങളിൽ ആഡംബര ചികിത്സ നേടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ലെങ്കിലും പലപ്പോഴും നമ്മൾ അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും. കാരണം അത്രമേൽ വ്യവസായവൽക്കരിച്ച് ലാഭേച്ഛയോടുകൂടി നടത്തുന്ന ഒരു വാണിജ്യമായി തീർന്നിട്ടുണ്ട് ആരോഗ്യം എന്ന സേവന രംഗം, സേവനത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ആരോഗ്യരംഗം. ഇത് ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും ഗുണകരമായ, അഭിമാനകരമായ ഒരു നേട്ടമായി കാണാനാവില്ല. സംസ്ഥാനത്ത്, രാജ്യത്ത് മെഡിസിറ്റികൾ ഉയരട്ടെ, പക്ഷെ അത് നമ്മുടെ രക്തസമ്മർദ്ദത്തെ ഉയർത്താൻ പാടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യങ്ങൾ മെച്ചപ്പെടുകയാണ് അതിലൂടെ വേണ്ടത്. ആശുപത്രികളും
സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികളും മെഡിസിറ്റികളും വളരുന്നതനുസരിച്ച് ആരോഗ്യത്തിൻ്റെ രോഗചികിത്സയുടെ ആവശ്യകതയും കൂടി വരരുത് എന്നാണ് പറഞ്ഞത്, സൂചിപ്പിച്ചത്. കാരണം ക്രമേണ ചികിത്സ തന്നെ വേണ്ടാത്ത വിധം ആരോഗ്യം അത്രക്ക് ദൃഢഗാത്രമായി തീരണം നമ്മുടെ ശരീരങ്ങൾ. അതാണ് ഒരു ആരോഗ്യരംഗത്തിൻ്റെ മേന്മ. അതല്ലാതെ കിട്ടുന്നതും വിറ്റുപെറുക്കി ചികിത്സിക്കേണ്ട ഗതികേടിലേക്ക് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ എത്തിക്കുന്നത് എന്തുകൊണ്ടും ആരോഗ്യത്തിനും അഭിമാനത്തിനും കൊള്ളുന്ന കാര്യങ്ങളല്ല. അത് അത്ര ആരോഗ്യകരമായ ഒരു അവസ്ഥയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.